ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് കിച്ചൺ. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി മട്ടൻ മന്തി റെഡിയാക്കാം. മട്ടൻ മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ മട്ടൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം 1 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 2-3 വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. ഞാനിവിടെ മൊത്തം 4 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോ മട്ടൻ്റെ മൂപ്പനുസരിച്ചും നമ്മുടെ കുക്കറിൻ്റെ സൈസ് അനുസരിച്ചൊക്കെ വ്യത്യാസം വരും. അതിനനുസരിച്ചും വേവൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം മട്ടൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 3 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക്. അരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ ബൗളിൽ കുറച്ച് ചുടുപാൽ, ഇളം ചൂടുള്ള പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ പാന് അടുപ്പിൽ വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു ഉണക്ക നാരങ്ങ, 1 ടീസ്പൂൺ നിറയെ ഹോൾ കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നിറയെ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളകും കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ ശരിക്കും നമുക്ക് 4.5 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ മട്ടൻ കുക്ക് ചെയ്തപ്പോൾ അതിന് ഇറങ്ങി വന്ന ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഉണ്ടാവും. അതുകൊണ്ടാണ് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും. അപ്പം ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടനിൽ ബാക്കി വന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കുങ്കുമപ്പൂവും പാലും കൂടി ചേർന്നിട്ടുള്ള ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. റൈസുള്ള ഭാഗത്ത് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം.
അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ഒരു ചാർക്കോള് നന്നായിട്ട് കനലാക്കിയതിന് ശേഷം ഒരു ബൗളിലിട്ടിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. തുറന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം പെരുന്നാളിന് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറക്കരുത്. താങ്ക് യു.